സ്റ്റോറി നമുക്ക് ഊഹിക്കാമല്ലോ. അത് നിങ്ങൾ ഇവൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കോമഡികൾ ഇവൻ ചെയ്യുന്ന സ്കിറ്റുകൾ ഇവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് ഇവൻ വിക്ടിമായിട്ടുള്ളതാണ് എഴുതിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ടാണ് ചോദിക്കേണ്ടത്. ഇവന് കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുമ്പോ നീ ചോദിക്കണം ഇതെന്താണ് പന്നിയലി കൂളിംഗ് ഗ്ലാസ് വെച്ച് എന്നാക്കണം നീ ചോദിക്കണമെന്ന് പറഞ്ഞു. ഇന്നത് ചോദിച്ചുള്ള അവസ്ഥ ഓർത്ത് നോക്കി. സത്യം. അപ്പൊ ഇവൻ വിക്ടിമായിട്ട് ഇവൻ സ്വയം എഴുതി ഉണ്ടാക്കണം. പക്ഷെ ഇന്ന് ഞാൻ വിക്ടിം ആവും. അതുകൊണ്ടാണ് അതാണ് നമ്മൾ തമ്മിലുള്ള കോമഡികൾക്ക് മാറ്റം വന്നത്. അധികം കാണാൻ കിട്ടാത്തത് അതുകൊണ്ടാണ്. അതെന്താ വെച്ചാൽ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത. സമൂഹം അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് പല പല മാറ്റങ്ങളും വരും. അതിനകത്തുള്ളതാണ് എന്തെങ്കിലും പരിമിതിയുള്ളവരെ അല്ലെങ്കിൽ അത്തരത്തിൽ നിറം പറഞ്ഞ് നമ്മൾ തമാശ ഉണ്ടാക്കുക, വണ്ണവും പൊക്കവും പറഞ്ഞിട്ട് നമ്മൾ തമാശ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു അതിർവരം വിട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്ത പല തമാശകളും ചിലപ്പോൾ ഇന്ന് അവതരിപ്പിച്ച അത്രയും ചിരി ഉണ്ടാവണമെന്നില്ല. അത് സത്യമായ ഇൻസൾട്ടിംഗ് കോമഡി ആയിട്ട് മാറും. ഇപ്പൊ ലോർലാൻഡ് ആടി എന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഒരാൾ അടിച്ചോളൂ. ആ കാലഘട്ടം മാറി. ഇപ്പൊ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന എല്ലാ ഒരു ഹ്യൂമറിലും ആളുടെ ഒരു വേദനയുണ്ട്. ഹിറ്റ്ലറിനെതിരെയാണ് അയാൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പൊളിറ്റിക്സും കാര്യങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും ഒരു കലികാലമാണ്. ഇങ്ങനെ പെർഫോം കലാകാരന്മാർക്ക് തമാശ ചെയ്യുന്നവർക്ക് ഇച്ചിരി പേടിയാണ്. കാരണം എന്തെടുക്കും, എന്താണ് കുഴപ്പം. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴും ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരെയും ഇപ്പോൾ സ്കിറ്റ് ഉണ്ടാക്കുന്നവരോടൊക്കെ അപ്പോൾ ഭയങ്കര ബഹുമാനമാണ്. കാരണം ഈ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ വൃത്തത്തിനകത്ത് നിന്ന് കവിത എഴുതണം അല്ലെ കഥ എഴുതണം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു സർക്കിളിൽ നിന്നിട്ടാണ് അവർ തമാശകൾ ഉണ്ടാക്കുന്നത്. സിനിമയിലും അങ്ങനെ തന്നെ ഉണ്ടോ? ഇവൻ സാധാരണ ഒരാളാണ്, അല്ലാതെ വേറൊരു ഇതൊന്നുമില്ല. 916 കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ ഈ സിനിമയെ പറ്റി പറയുവാണേലും ഈ ക്യാരക്ടറിനകത്ത് ഈ നമ്മളിങ്ങനെയാണ് എന്നുള്ളൊരു സംഭവമില്ല. അതാണ് എനിക്ക് തോന്നുന്നത് എന്നെ ആ ക്യാരക്ടറിനോട് ഏറ്റവും അടുപ്പിച്ചത്. ഞാൻ മാനസികമായിട്ട് എന്താണോ അതിലേക്ക് അതേ കാഴ്ചപ്പാടിലുള്ള ഒരു കഥാപാത്രം. അതിൽ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ആ പേരിൽ മാത്രം ഒരു കുഞ്ഞു കിടപ്പുള്ളൂ. അതെ, വീട്ടിൽ റെസ്പോൺസിബിലിറ്റിയുള്ള, നാടിൻ്റെ നന്മയുള്ള ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ്, ഒരു മനുഷ്യനായിട്ടാണ് ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിലുള്ള സാധനം റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും പെർഫോമേഴ്സ് മാത്രമല്ല, ഒരുപാട് പെർഫോമൻസുകൾ ജഡ്ജ് ചെയ്തിട്ടുള്ള ജഡ്ജസും കൂടാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പെർഫോം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉൾപ്പെടെ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ മെയിൻ ആയിട്ട് ലിമിറ്റേഷൻ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താ? അത് അതർ ദാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. നമ്മള് അവരുടെ പഠിക്കുന്നത് അവരെന്ത് അല്ല, ഈ അത് മെയിൻലി എന്താന്ന് വെച്ചാല് ഈ ദ്വയാർത്ഥ പ്രകടനമല്ലാത്ത ഐറ്റംസ് കണ്ടുപിടിക്കല്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അത് ഇച്ചിരി പാടാണ്. പക്ഷെ നല്ല തമാശകൾ, ശുദ്ധമായ തമാശകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതും പിന്നെ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതും ചെയ്തു പോയതുമായ തമാശകളുണ്ട്. റിപ്പീറ്റേഷൻ വരാതെ ഇപ്പോൾ നിന്നിട്ട് അത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ഏറ്റവും വലിയൊരു കൈമുതലെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ പെർഫോമൻസാണ്. ഓരോ കലാകാരനും അവൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അതിനകത്ത് നിന്നിട്ട് ചിലപ്പോൾ ആ തമാശ അവൻ പറഞ്ഞാലേ ചിരിക്കുള്ളൂ. ആ തമാശ ചിലപ്പോൾ ഞാൻ പറഞ്ഞാലോ ടിനി പറഞ്ഞാലോ ചിലപ്പോൾ ചിരിക്കണമെന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ ജഡ്ജസൊക്കെ ആയിട്ട് കുറേ പ്രോഗ്രാമുകൾ, എനിക്ക് തോന്നുന്നത് മഴവിൽ മനോരമയിൽ തന്നെയുള്ള ഏതാണ്ട് 5ഓളം വലിയ റിയാലിറ്റി ഷോയിൽ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റിയിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ചിലപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുകയും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുകളിലാണ് നിന്നുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നതല്ല, സാധാരണ ഒരു ഓഡിയൻ്റായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. അത് അവർ ചിലരെടുക്കും, ചിലരത് നല്ല രീതിയിൽ. അപ്പോൾ അല്ലാതെ ഒരു ജഡ്ജായിട്ടോ ഒരു ജഡ്ജ്മെൻ്റായിട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും അൾട്ടിമേറ്റ് ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. കാരണം ഞാനിപ്പോൾ എന്തിനെങ്കിലും ഒരു സ്കിറ്റ് കണ്ടു, ഞാനൊരു അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം ഓഡിയൻസ് കണ്ടു കഴിയുമ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയാം അയാൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ എന്ന് പറയുന്നിടത്തുള്ളൂ നമ്മുടെ അഭിപ്രായത്തിന് വിലയുള്ളൂ, അത് സക്സസ്ഫുൾ ആവുള്ളൂ. അതാണ്